പ്രധാനമന്ത്രിക്കെതിരായ കോൺഗ്രസ് കൌൺസിലറുടെ പരാമർശത്തെ ചൊല്ലി കൊല്ലം കോർപ്പറേഷൻ കൌൺസിൽ യോഗത്തിൽ കയ്യാങ്കളി. UDF BJP അംഗങ്ങൾ തമ്മിലാണ് കയ്യാങ്കളി. സീറ്റ് വിട്ടിറങ്ങിയ അംഗങ്ങൾ തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. ഷഫീദ് റാവുത്തർ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ഷഫീദ്, എന്താണ് അവിടെ സംഭവിച്ചത്? തിരുവനന്തപുരം കൊല്ലം കൌൺസിൽ യോഗത്തിലാണ് UDF BJP അംഗങ്ങൾ തമ്മിൽ നാടകീയമായിട്ടുള്ള കയ്യാങ്കളി അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായത്. കോൺഗ്രസ് അംഗത്തിന്റെ ഭാഗത്ത് നിന്ന് പ്രധാനമന്ത്രി വിരുദ്ധ പരാമർശം ഉണ്ടായതാണ് തർക്കത്തിന് കാരണം. അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊള്ളക്കാരനെന്ന് കോൺഗ്രസ് കൌൺസിലർ അസൈൻ പറഞ്ഞതാണ് തർക്കത്തിന് കാരണമായത്. പ്രധാനമന്ത്രിയെ കുറ്റം പറയുന്നവർ പാകിസ്ഥാനിൽ പോയി ജയ് വിളിക്കണമെന്ന് BJP കൌൺസിലറായ ഗിരീഷും പറഞ്ഞു. ഇതോടുകൂടിയാണ് രംഗം സംഘർഷഭരിതമായത്. പാകിസ്ഥാൻ പരാമർശം ശരിയായില്ലെന്ന് LDF അംഗങ്ങളും നിലപാടെടുത്തു. ഇതോടുകൂടിയാണ് അസൈനും അതേപോലെ തന്നെ ഈ BJP കൌൺസിലർ ഗിരീഷ് അടക്കമുള്ള ആളുകൾ നേരിട്ട് ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ വന്നത്. സീറ്റ് വിട്ടിറങ്ങിയ അംഗങ്ങൾ തമ്മിൽ ഉന്തും തള്ളും കയ്യാങ്കളിയും ഉണ്ടായി. മേയറും മുതിർന്ന അംഗങ്ങളും ഇടപെട്ടാണ് സ്ഥിതി ശാന്തമാക്കിയത്. ബജറ്റ് ചർച്ച ബഹിഷ്കരിച്ച BJP അംഗങ്ങൾ ഇതോടെ ഇറങ്ങിപ്പോവുകയും ചെയ്തു. യോഗത്തിൽ സഭ്യമായ ഭാഷ മാത്രം ഉപയോഗിക്കണമെന്ന മേയർ നിർദ്ദേശമായി അംഗങ്ങളെ അറിയിക്കുകയും ചെയ്തു. അമൃത. ശരി, ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.